ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം ആലപ്പുഴയിലെ മഴയുടെ അവസ്ഥ എന്താണെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. ഷാജി, പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് ഇനി ആലപ്പുഴയിലേക്കാണ്. സ്വാഭാവികമായും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരും. തോട്ടപ്പള്ളി സ്പിൽവേ വഴി വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ടോ? എന്താണിപ്പോൾ ആലപ്പുഴയിലെ സാഹചര്യം? ആശങ്കപ്പെടേണ്ട അവസ്ഥയുണ്ടോ? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലാണ്. കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ടത് തോട്ടപ്പള്ളി വഴി കൃത്യമായിട്ട് വെള്ളം പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാര്യം നമുക്കറിയാം 2018 പ്രളയത്തിന് ശേഷം അന്ന് സർക്കാർ നടത്തിയ പഠനത്തിന്, വിദഗ്ധരെ കൊണ്ട് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാൻ കാരണം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടനാട്ടിൽ നിന്നും വെള്ളം പൂർണ്ണമായ രീതിയിൽ കടലിലേക്ക് ഒഴുകി പോകുന്നില്ല. ഏതാണ്ട് വളരെ കുറച്ച് ഇത് ഓപ്പൺ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമല്ല. ഏതാണ്ട് 300 മീറ്ററിലധികം ഓപ്പൺ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ വെള്ളം കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രം കുട്ടനാട്ടിലെ ജലനിരപ്പ് ഒരു പരിധിവരെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. പക്ഷെ അതിനുശേഷം ഏതാണ്ട് 2-3 തവണ, ഏതാണ്ട് 2012 ശേഷം 2-3 തവണ സമാനമായ രീതിയിൽ മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിലും കടലിലേക്ക് കാര്യമായ രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നതുകൊണ്ട് തന്നെ ഒരു പ്രളയം എന്നുള്ളതിൽ നിന്നും കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. നമുക്കറിയാം ഇപ്പോൾ ശക്തമായ മഴ പെയ്യാൻ പോകുന്നു, കാലവർഷം വരുന്നു, അതിന് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ല. തോടുകളും കനാലുകളും ഒക്കെ തന്നെ പോള മൂടി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം, കടലിലേക്ക് ഒഴുകി പോകുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഈ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് തന്നെ മണൽക്കൂനകൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ മണൽക്കൂനകൾ ഇവിടെ നിന്നും മണൽ നീക്കം ചെയ്ത് ഇതിലെ ധാതു മണലുകളൊക്കെ തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് മാറ്റി. പക്ഷെ അതിനെയൊക്കെ അന്ന് അവർ ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതികളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ നല്ല കാര്യം ചെയ്യുന്നതിനെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല തരത്തിലുള്ള വിമർശനങ്ങൾ വന്നു. കരിമണൽ ഖനനം ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണെന്ന് വന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മണൽ ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ ഈ കിഴക്ക് നിന്നുള്ള വെള്ളം കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. അതല്ല എങ്കിൽ അത് കുട്ടനാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. ഇതിപ്പം സർക്കാരോ മറ്റൊന്നും പറയുന്നില്ല. കാര്യം ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ വിദഗ്ധരുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇവിടെ ഈ മണൽക്കൂനയുണ്ട്. ഈ മണൽക്കൂന പൂർണ്ണമായിട്ടും ഏതാണ്ട് ഒരു 2-3 ആഴ്ചയ്ക്ക് മുൻപായിട്ട് ഇത് നീക്കം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് വെള്ളം ഒഴുകി പോകും. ചെങ്ങന്നൂർ മുതൽ കുട്ടനാടൻ പ്രദേശങ്ങളിൽ നമുക്ക് മണൽക്കൂന കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ മണൽക്കൂന കൃത്യമായി നീക്കം ചെയ്യാത്തതാണല്ലേ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? അവിടെ ഒരു ഇടപെടൽ ഉണ്ടായില്ല അല്ലേ? തീർച്ചയായിട്ടും ഇത് അമ്പലപ്പുഴ മണ്ഡലമാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ MLAക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള വ്യക്തി കൂടിയാണ്. ഒരു നിമിഷം ഷാജി, ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് അതിനെക്കുറിച്ച് ഒന്ന് കൃത്യമായിട്ടൊന്ന് സംബന്ധിച്ചോളൂ. ഒരു മിനിറ്റ്, ഞാൻ ഷാജിയിലേക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങൾ, ഇത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ദൃശ്യങ്ങളാണ്. ഈ കറുത്ത മണൽക്കൂന കാണുന്നത് കണ്ടോ? ഇത് എക്കൽ വന്നടിഞ്ഞിരിക്കുന്നതാണ്. ഇത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് പോലെ വെള്ളം സുഗമമായി ഒഴുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ പ്രദേശത്ത് നിന്ന് ആ മണൽക്കൂനം നീക്കം ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളം ഒഴുക്ക് തടസ്സപ്പെട്ട് കെട്ടി നിൽക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ സ്വാഭാവികമായും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. ആ വെള്ളം കുട്ടനാട്ടിൽ തങ്ങി നിൽക്കും. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണമാകും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഓരോ മഴക്കാലം വരുന്നതിന് മുൻപും ഈ പൊഴിമുഖം കൃത്യമായി വൃത്തിയാക്കുകയും ഈ വെള്ളക്കെട്ട് മാറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടനാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു പരിധിക്കപ്പുറത്തേക്ക് വെള്ളം ഉയരാതിരുന്നത്. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് മാറ്റിയിട്ടില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ വാഹനങ്ങൾ പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ മണൽത്തിട്ട മാറ്റിയിരുന്നുവെങ്കിൽ വെള്ളം കുറച്ചുകൂടി വേഗതയിലും സുതാര്യമായും ഒഴുകിപ്പോകുമായിരുന്നു. അങ്ങനെ വന്നാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഷാജി, ഇത് തുടരാം. ഇപ്പൊ കാണുന്നത് ഇവിടെ ഈ പോളകളും മാലിന്യങ്ങളും ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇവിടെ ഇതിലൂടെയാണ് വെള്ളം കടലിലേക്ക് ഒഴുകി പോകേണ്ടത്. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടും ഈ പോള മാലിന്യങ്ങളൊക്കെ തന്നെ അവിടെ ഏതാണ്ട് ഒരു 3-4 ഷട്ടർ ഫുൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിന് ഷട്ടർ തുറന്നാലും വെള്ളം പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാലിന്യങ്ങൾ കുനിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. നേരത്തെ മണ്ഡലത്തിലെ MLAയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒക്കെ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ നീക്കം ചെയ്യാമായിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്ക് പറയേണ്ടി വരുന്നത് കുട്ടനാട്ടിൽ ഈ ജലനിരപ്പ് ഇപ്പോൾ ഉയരാനുള്ള ഒരു സാഹചര്യം ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലെ ജനപ്രതിനിധി ഇതിൻ്റെ അകത്ത് നേരത്തെ ഇടപെട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇവിടുന്ന് മണൽ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ സ്പിൽവേയുടെ ചേർന്ന് കിടക്കുന്ന പറയുമ്പോൾ സൂക്ഷിക്കണം. അദ്ദേഹം വിമർശനങ്ങൾക്കൊക്കെ അതീതനാണ് എന്ന് വിചാരിക്കുന്ന മഹത്തായ മനുഷ്യനാണ്, ഓർമ്മ വേണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാര്യം എത്രത്തോളം തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. കാര്യം ഇതൊക്കെ തന്നെ നേരത്തെ നീക്കം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗത്ത്, കാര്യം ഇത് നേരിട്ട് കാണുന്ന ദൃശ്യങ്ങളാണ്. കാര്യം സർക്കാരിനെതിരെ നമ്മൾ ഉന്നയിക്കുന്ന വിമർശനമല്ല, ഇത് കണ്ടാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതൊക്കെ ഷാജി പറഞ്ഞതുപോലെ വ്യക്തമാണ്. ആ വഴി യാത്ര ചെയ്യുന്ന ഏതൊരു മനുഷ്യനും തോന്നും ഇതൊന്ന് വാരിക്കളയാൻ ഇവിടെ ആരുമില്ലേ എന്ന്. ഏതൊരു മനുഷ്യനും തോന്നും. അതുപോലെ ആ ഷട്ടറുകളിൽ പോള അടഞ്ഞു കിടക്കുകയാണ്. ഷട്ടറുകൾ തുറന്നാൽ പോലും വെള്ളം ഒഴുകിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്.
തീർച്ചയായിട്ടും മനു, ഇത് നീക്കം ചെയ്തിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി മുൻപ് തന്നെ ഈ ചെങ്ങന്നൂരിലൊക്കെ തന്നെ ഇത്രയധികം ആളുകളെ ഒന്നും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലും ജലനിരപ്പ് ഇത്രയധികം ഉയരാനൊരു കാരണമാകില്ല. കാര്യം ഇത്രത്തോളം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയധികം ജലം കുട്ടനാട്ടിൽ ഉയർന്നിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം AC റോഡിൽ പോലും വെള്ളം കയറും. AC റോഡിന്റെ ചങ്ങനാശ്ശേരി ഭാഗത്ത് പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ പ്രളയകാലത്ത് പോലും ഇത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനൊക്കെ തന്നെ വേണ്ട മുന്നൊരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ എവിടെയും വെള്ളം കയറും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. കാര്യം ഈ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് കൂടെ വെള്ളം നല്ല രീതിയിൽ ഏതാണ്ട് 300 മീറ്ററെങ്കിലും അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ രീതിയിൽ കടലിലേക്ക് വെള്ളം ഒഴുകി പോകുള്ളൂ. ഇത് IITയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ മുൻകൂട്ടി ഇവർ ചെയ്തില്ല. കാര്യം കാലവർഷം വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ മഴക്കാലം എത്തുന്നതിന് മുൻപ് ഇത്തരം മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്പിൽവേയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ പോളകൾ കുഞ്ഞു കൂടിക്കിടക്കുന്നു, മാലിന്യങ്ങൾ കുമിഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മണൽക്കൂനകൾ ഇവിടെ കിടക്കുന്നു. ഇപ്പോഴാണ് 2 JCB ഇതിന്റെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പോഴും മഴയത്താണ്. ഇതൊക്കെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ചെയ്തിരുന്ന ഈ മണൽക്കൂന മാറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോൾ തോട്ടപ്പള്ളിയിലൂടെ നല്ല രീതിയിൽ വെള്ളം കടലിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പരിധിവരെ വെള്ളം പോകുന്നുവെങ്കിൽ പോലും പക്ഷെ ശക്തമായ രീതിയിൽ കടലിലേക്ക് വെള്ളം പോകണമായിരുന്നുവെങ്കിൽ ഈ മണൽ ദൃശ്യങ്ങൾ അത് ആ JCBയുടെ ആ മണൽക്കൂനയുടെ അടുത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്യും. നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണട്ടെ. നമ്മൾ വെറുതെ വിമർശിക്കുന്നതാണോ അതോ ഇത് സത്യസന്ധമായ വസ്തുക്കൾ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയല്ലേ പറയുന്നത്? എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന്. ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നില്ലേ മണൽക്കൂന? ഈ മണ്ണ് മാറ്റിയാൽ മാത്രമാണ് വെള്ളം ഒഴുകി പോവുകയുള്ളൂ. ആ മണ്ണ് മാറ്റിയിട്ടില്ല. ആ മണ്ണ് അതേപടി അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതാ ഈ പെരുമഴ പെയ്യുന്ന സമയത്ത് ഒരു JCB അതിൽ കൊണ്ടിട്ടുണ്ട്. ഈ പെരുമഴക്കാലത്ത് എങ്ങനെ അതിൽ നിന്ന് മണ്ണ് മാറ്റാൻ കഴിയും? എത്ര കണ്ടത് ഫലപ്രദമാകും? നിങ്ങൾ ഓർത്തു നോക്കൂ, എന്ത് മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ മണൽക്കൂന ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ? ആ മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളം പൊങ്ങുമായിരുന്നോ? ഉയർത്തിയ AC റോഡിൽ പോലും വെള്ളം കയറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കയറുന്നത്? ഈ മണൽക്കൂന മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊഴിമുഖത്ത് നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നില്ല. മാത്രമല്ല അതാ സ്പിൽവേയിൽ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഇത് കെട്ടിക്കിടക്കുന്നത്, പോളകൾ കെട്ടിക്കിടക്കുന്നത്. ആ പോളകൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഷട്ടറുകൾ ഉയർത്തിയാൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് വെള്ളം ഒഴുകിയെത്തുന്നില്ല. ഒരു പോള പോലും വൃത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണ സംവിധാനമാണെന്നേ ഇവിടെയുള്ളത്? ആരോടാണ് നമ്മൾ ഈ ചോദിക്കേണ്ടത്? ചോദിക്കുന്നവർ വെളുക്ക ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ. നടപടികളാണ് വേണ്ടത്. ആ മണൽക്കൂനയ്ക്ക് മുകളിലൂടെ നമ്മുടെ ഹെലിക്യാം പറക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വളരെ വ്യക്തമായി കാണാൻ കഴിയും. അതിനൊരു ഭാഗം ചേർന്ന് മാത്രമാണ് വെള്ളം ഒഴുകുന്നത്. ഈ മണൽക്കൂന കൂടി മാറ്റിയിരുന്നുവെങ്കിൽ ആ മുഴുവൻ പ്രദേശത്തുകൂടി വേഗതയിൽ വെള്ളം ഒഴുകി അത് കടലിലേക്ക് പതിക്കുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ കഴിഞ്ഞ നാളുകളിൽ കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വെള്ളം ഉയർന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പ്രദേശത്തു നിന്ന് മണ്ണ് മാറ്റിയപ്പോൾ അതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ വിദ്വാൻമാർ കൂടിയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. അല്ലേ ഷാജി, അങ്ങനെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും ഈ മണൽ നീക്കം ചെയ്യുന്നതിന് അഴിമതി വേണ്ടാന്ന് കരുതി അത് പൊതുമേഖലാ സ്ഥാപനത്തിന് അതിൽ ധാതുമണൽ, അതായത് വില കൂടിയ മണലുകളൊക്കെ തന്നെ ധാതു വസ്തുക്കൾ ഉൾപ്പെടുന്നതൊക്കെ തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിനാണ് സർക്കാർ നൽകിയിരുന്നത്. പക്ഷെ എന്നിട്ടും അതിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെയൊക്കെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് പൊതുവെ നടന്നിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് ഇപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ മണൽ ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ കടലിലേക്ക് വെള്ളം ഒഴുകി പോവുകയുള്ളൂ. അതല്ല എങ്കിൽ ഇതുപോലെ കുട്ടനാടടക്കം അല്ലെങ്കിൽ ചെങ്ങന്നൂരടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാം. നമുക്കറിയാം ഇപ്പൊ കിഴക്ക് നിന്നും ഇന്ന് ഏതായാലും മഴയ്ക്ക് അത്ര ശക്തി പ്രാപിക്കാത്തത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അതല്ല എങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പെയ്ത മഴ ശക്തമായി നിലനിന്നിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നതിന് അതിന് പ്രധാന കാരണം ഈ തോട്ടപ്പള്ളി വഴി വെള്ളം ഒഴുകി പോകുന്നുണ്ടോ എങ്കിൽ പോലും അത് കാര്യമായ രീതിയിൽ തടസ്സങ്ങളില്ലാതെ പോകുന്നതിനുള്ള മുന്നൊരുക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. മനു, ശരി, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് പറപ്പിക്കൂ ഹെലിക്കാം. ഞാനൊന്ന് കാണട്ടെ ഷാജി, നാട്ടുകാരൊന്ന് കാണട്ടെ. ഹെലിക്യാം അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും മണൽത്തിട്ട നിൽക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്പിൽവേ വഴി വെള്ളം കൃത്യമായി ഒഴുകിപ്പോയാൽ മാത്രമേ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് ഒഴിവാകുകയുള്ളൂ. പക്ഷേ ഈ മണൽത്തിട്ട അതുപോലെ തന്നെ പോളകൾ അടിഞ്ഞുകൂടുന്നത് ഇതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് ബുദ്ധിമുട്ടിലാണ്. സ്വാഭാവികമായും കുട്ടനാട്ടിൽ പതിവില്ലാത്ത വിധത്തിൽ ഇത്തവണ വെള്ളം ഉയർന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് ഷാജഹാൻ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയത്. നമ്മൾ വെറുതെ വിമർശിച്ചതല്ല, ദൃശ്യങ്ങൾ മുന്നിൽ നൽകിക്കൊണ്ട് തന്നെയാണ് വസ്തുത എന്താണെന്നും സത്യാവസ്ഥ എന്താണെന്നും കേരളത്തിന്റെ മുൻപിലേക്ക് നൽകിയത്.